നമസ്കാരം. ഇന്ന് നമ്മളൊരു റീപ്ലാന്റിംഗ് വീഡിയോ ആണ്. നമ്മുടെ ഗാർഡനിൽ കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങിയ ഒരു ചെറിയ ബ്ലീഡിംഗ് ഹാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീപ്ലാന്റിംഗ് ആണ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരും. ഒന്നാമത് നമ്മൾ ചേർക്കുന്ന പോട്ടിംഗ് മിക്സ് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് വളം കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് കുറച്ച് കരിയില ഇതിപ്പോൾ ഒരു മാസം പഴക്കമുള്ള കരിയിലയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ശേഖരിച്ച് ചാക്കിനകത്താക്കി കെട്ടി വെക്കുകയാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് നമ്മൾ ഇതിന് അടിവളമായിട്ട് ഇതാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചട്ടിക്ക് വെയിറ്റ് ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് മാറ്റി വെക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചട്ടിക്ക് ഭാരം ഉണ്ടാവില്ല. പിന്നെ ഇതാണ് നമ്മുടെ മണ്ണിനകത്ത് പകുതി നമ്മളൊരു ഹാഫ് പോർഷൻ ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടി, പിന്നെ അതുപോലെ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ്, ഇതെല്ലാം കൂടെ പ്രൊപ്പോർഷനായിട്ട് ചേർത്ത് മണ്ണും ചേർത്ത് ഇളക്കി ഞാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം നമ്മളിതൊന്ന് ഇളക്കി പരുവപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇത് പോട്ടി മിക്സും തയ്യാറാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മണലാണ്. മണൽ കിട്ടുവാണെങ്കിൽ നമുക്കത് ചേർത്താൽ കുറച്ച് വേര് ഓടുന്നതിന് എളുപ്പമുണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് ചേർക്കാം. അപ്പോൾ ചകിരിച്ചോറായിരിക്കും കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ അവൈലബിലിറ്റി ഉള്ള പോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ഒന്ന് മണ്ണിനകത്തൊന്ന് കുഴിച്ചിറക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെടിയെ അതുപോലെ ഇറക്കി വെക്കാൻ പറ്റും.